ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് എനിക്കിത് എൻ്റെ പെണ്ണമ്മ ഉണ്ട്, അതുപോലെ തന്നെ മൂത്തമ്മ ഉണ്ട്, രണ്ടാൾ യാദൃശ്ചികമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് 4 ആൺകുട്ടികളാണ്. എൻ്റെ മൂത്ത മോൻ്റെ നിക്കാഹാണ് ഈ വരുന്ന തിങ്കളാഴ്ച. അപ്പം അവർ ശനിയാഴ്ച പിന്നെ പെണ്ണമ്മനെ നമ്മൾ നിക്കാഹിന് പെണ്ണിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി വിളിച്ചിരുന്നു കേട്ടോ. പെണ്ണമ്മ വഹിച്ചിട്ടുള്ളൊരു വിശേഷവും ഇല്ല കേട്ടോ. പെണ്ണമ്മ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരാളാണ്. ആ പെണ്ണമ്മനോട് വരാൻ പറഞ്ഞിരുന്നു, രാവിലെ തന്നെ ഒരുങ്ങി വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. തിങ്കളാഴ്ച അങ്ങോട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ. അവിടെ നിന്നാണ് നിക്കാഹ്. ആ പെണ്ണമ്മക്ക് നോമ്പാണ്. പേരക്കുട്ടി മാല ഇട്ടിട്ടുണ്ട്. പിന്നെ അത്രയും 40 കിലോമീറ്ററോളം ഉണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന്. അപ്പോൾ അത്രയും ദൂരം പോരാൻ കഴിയൂല, ചെറിയ തലമിന്നലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ പെണ്ണമ്മ. അപ്പം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിലും പെണ്ണമ്മക്ക് ഇവിടെ വന്നാൽ എന്തെങ്കിലും പണി ചെയ്തു തരണം, എന്തെങ്കിലും എടുത്തേരി, എന്തെങ്കിലും തരി, ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ തൊലിച്ചു കൊടുത്തു. എന്താ വെച്ചാൽ പിറ്റേ ദിവസം പിന്നെ നിൽക്കാൻ്റെ തലേ ദിവസം വിരുന്നുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഉള്ളിയൊക്കെ തൊലിപ്പിക്കാൻ നേരത്തെ അപ്പോൾ കുറച്ച് ഉള്ളി ഞാനും പെണ്ണമ്മയൊക്കെ ഇരുന്ന് ഇങ്ങനെ തൊലിക്കുമ്പോഴാണ് മൂത്തമ്മ വന്നത് കേട്ടോ. അങ്ങനെ മൂത്തമ്മയും കൂടി തൊലിച്ച് തന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ഇനി വീട്ടിലുണ്ടായിരുന്നത്. മക്കൾ കല്യാണ ആവശ്യാർത്ഥം ഓരോ സാധനങ്ങൾ വാങ്ങാനോ അതിനൊക്കെ അതിന് പുറത്തേക്ക് പോയതാണ്. ഒക്കെ വൈകുന്നേരം ആവും വരാൻ. അപ്പം ഞാൻ പിന്നെ കർമൂസയും ചെയ്യുമ്പോഴാണ് കൂട്ടാൻ വെച്ചിട്ടുള്ളത്. ഹസ്ബൻഡാണ് കൂട്ടാൻ വെക്കാം. പിന്നെ പൂള പറിച്ചപ്പോൾ പൂളല്ല കേട്ടോ, 1 വർഷത്തോളമായി നമ്മളത് കുഴിച്ചിട്ടിട്ട് മുരട്ടിലൊരു കിഴങ്ങ് പോലും കിട്ടിയില്ല. അപ്പോൾ ഇത് കൂട്ടാൻ വെക്കാം. പിന്നെ കഞ്ഞും മതി എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ്, ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂട്ടാൻ, ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ. അപ്പോൾ അതുണ്ടാക്കിയതിൻ്റെ ഇടയിലാണ് പെണ്ണമ്മ വന്നത് കേട്ടോ. ആ പെണ്ണമ്മ അങ്ങനെ വിവരമൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊലിച്ചൊക്കെ ചെയ്തു. പിന്നെ പെണ്ണമ്മയും മൂത്തമ്മയും എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കാണുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആളാണ്. അപ്പം ഞാൻ എന്നെ കല്യാണം കഴിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആവുകൊണ്ട് അവർ എൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഇവരെ കാണുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വരുന്നത് ഇവർക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു മനസ്സിനെന്തോ ഒരു സന്തോഷമാണ്. പെണ്ണമ്മക്കതുപോലെ മക്കളെ പോലെ, നമുക്കൊരു അമ്മമാരെ പോലെയാണ് ഇവരെ കാണുന്നത്. പെണ്ണമ്മക്ക് പിന്നെ നമുക്ക് വലിയ പണിയൊന്നും കൊടുക്കാൻ പറ്റും. അപ്പോൾ പെണ്ണങ്ങനത്തെ എന്തെങ്കിലും പെണ്ണമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവർക്ക് അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ചെയ്ത് തരുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി തൊലിക്കാൻ കൊടുത്തു. അപ്പോൾ ഞാനും ഇരുന്ന് ഞങ്ങൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൂടി ഞങ്ങൾ ഓരോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഈ മത്തി ഉണ്ടാക്കിയതിനെ കുറിച്ച് ഞാൻ മൂത്തമ്മനോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈർക്കിളി വെച്ച് മത്തി ഉണ്ടാക്കണ കാണിച്ചിരുന്നില്ലേ? അല്ല, ഞാൻ ഉണ്ടാക്കി ഒരു ദിവസം. നല്ല രസമുണ്ട്. ഇനി നിങ്ങൾ കാണിച്ചെന്ന പ്രകാരം അല്ല, നിങ്ങളമ്മ ഉള്ളതല്ല ഇനി തന്നെ അയിലൊരു പഴുത്ത ആദ്യം അയിലുണ്ടപ്പോ ആ അയില കൊണ്ട് ഈർക്കിളിമേ കോത്ത കൊണ്ടുവരണ്ട് മറ്റേ തോണിന്ന് കത്തുന്നേ ആ അയില കൊണ്ടുവന്ന് മുറിച്ചിട്ട് ഇങ്ങനെ കൂടി കായം കൊടുത്ത് ഈർക്കിളിമ വെച്ച് മെക്കാട്ട് തിരിച്ചിട്ട് പറ്റിച്ചു. ശരി, നല്ല രസമുണ്ട്. അങ്ങനെ പഠിച്ചതാണ്. അങ്ങനെ പഠിച്ചതാലേ? നല്ല രസമുണ്ട്. ഇനി ഏതായാലും ആദ്യമായിട്ട് നമ്മള് നിങ്ങൾക്ക് തന്നെ അറിവുള്ളൂ കേട്ടോ, വേറെ ആർക്കും അറിയില്ല അത്. ആയിക്കോട്ടെ. അങ്ങനെ പെണ്ണമ്മയും കൂട്ടാനായി മൂത്തമ്മക്ക് കൊടുത്തു. പെണ്ണമ്മക്ക് പിന്നെ നോമ്പാണ്ടൊന്നും പിന്നെ കുടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ പഴം കൊടുത്തു പെണ്ണമ്മക്ക്. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് നോമ്പ് നോറ്റാൽ പിന്നെ ഒന്നും കഴിക്കാറില്ല സാധാരണ. ആ പെണ്ണമ്മനോട് ഞാൻ പിന്നെ മൂത്തമ്മ വന്നപ്പോൾ പെണ്ണമ്മനോട് വേഗം പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ടോ. എന്താ വെച്ചാൽ വെയിലല്ലേ, നല്ല അവിടെ നടന്ന് പെണ്ണമ്മൻ്റെ വീട്ടിലേക്ക് എത്തണമല്ലോ. മക്കളാരും ഇല്ല ആക്കി കൊടുക്കാൻ. മക്കളുണ്ടെങ്കിൽ പിന്നെ ബൈക്കിനോ വണ്ടിക്കൊക്കെ പെണ്ണമ്മനെ ആക്കി കൊടുക്കും കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ നടന്ന് പോവുക വേണം. അപ്പോൾ പെണ്ണമ്മ പിന്നെ പോയിട്ടോ. പെണ്ണമ്മ അങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ട് നിൽക്കണം. പാവാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും പ്രായമല്ലോ, എന്തെങ്കിലും അധികം ഒന്നും എടുപ്പിക്കാൻ തോന്നുമൊന്നുമില്ല. അങ്ങനെ തുള്ളിയൊക്കെ തൊലിക്കാന്നില്ല ഭയങ്കര സന്തോഷമാണ്. നമുക്ക് വരുന്നതും അവർക്ക് വരുന്നതും നമ്മളെ കാണുന്നതൊക്കെ, നമുക്ക് അങ്ങോട്ട് കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ തൊലിച്ച് പിന്നെ അവർ പോയാൽ ഞാനിതൊക്കെ അടിച്ച് കൂട്ടി നന്നാക്കി പിന്നെ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ ഈ വേസ്റ്റ് ബിൻ ഉണ്ടായാൽ നല്ല സുഖമാണ് കേട്ടോ. അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വേസ്റ്റ് ബിന്നാണ്. നമുക്കിങ്ങനെ നമ്മൾ വേസ്റ്റൊക്കെ അടുക്കള വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ ചകിരിച്ചോറ് അങ്ങോട്ട് കൊടുത്താൽ കുറേ ദിവസമായി അടിച്ച് പിന്നെ ഇത് നിറയുമ്പോൾ അടിച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് നല്ല വളമായി കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ അത് നിറഞ്ഞാൽ പിന്നെ അടുത്ത പാത്രം നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിൽ നിന്നെല്ലാം നീരില്ലേ, വെള്ളം അങ്ങനെ ഒഴുകി വരും. അത് പിന്നെ നമ്മൾ ചെടികൾക്കൊക്കെ എടുക്കുകയും ചെയ്യാൻ നനയ്ക്കാൻ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം കേട്ടോ.
അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.